ഞാൻ കമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. ഇപ്പോൾ FBയിൽ വരാനുള്ള കാരണം, എന്റെ വിഷയം, ചിക്കൻ മന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയകളിലൂടെ അപ്ലോഡ് ചെയ്ത് വിവാദമുണ്ടാക്കിയ തന്തയ്ക്ക് മുന്നേ ഉണ്ടായ ഒരു അർഷാദ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിലെ വലിയ വിഷയമാണ്. അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേർത്തലയിലെ ഒരു മെഹർ മന്തി എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമയാണ് ഈ അർഷാദ്. ഇവൻ കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവൻ മനുഷ്യനാണോ? ഇവനൊരു ഇസ്ലാമിക വിശ്വാസിയല്ലേ? ഇവന്റെ മതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ നിന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റ് മതത്തെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. ഇവൻ എന്താ ചെയ്തത്? മറ്റുള്ള മതത്തെ അപമാനിച്ചതാണ്. ഈ ഇങ്ങനെ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് ഈ വിഷം ചീറ്റുന്ന ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളം എത്ര സമാധാനത്തോടെ, ശാന്തിയോടെ, സന്തോഷത്തോടെ കഴിയണത് എല്ലാവർക്കും അറിയാലോ. ഒരു ഓണം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോവും, പെരുന്നാൾ വന്നാൽ അവരിങ്ങോട്ട് വരും, ഒരു ക്രിസ്മസ് വന്നാൽ നമ്മൾ അങ്ങോട്ട് പോവും. എത്ര ഐക്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കഴിയുന്ന നാട്ടിനകത്ത് ഈ മതങ്ങൾക്കെതിരെ അനാവശ്യമായി ഈ നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ മതത്തെയൊക്കെ, എല്ലാ മതത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട്. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ അന്തസ്സും അഭിമാനവുമുണ്ട്. എല്ലാ മതങ്ങളും പുണ്യമാക്കപ്പെട്ട മതങ്ങളാണ്. ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അതും ഒരു പുണ്യമാക്കപ്പെട്ട മതമാണ്. ആ മതത്തിനും ആ മതത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പുണ്യതയുണ്ട്, പവിത്രതയുണ്ട്. അതിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത്, കേരളത്ത് ഈ മതങ്ങൾക്കെതിരെ തീവ്രമായ ഇങ്ങനെയുള്ള തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. 1 വർഷം കഠിന തടവാണത്രേ, അതിനുള്ള ശിക്ഷയാണത്രേ. 1 വർഷം കൊടുത്താൽ മതിയോ? ഇവന്റെ കട ആദ്യം പൂട്ടിക്കണം. നല്ല മനുഷ്യരിൽപ്പെട്ട ഒരാളും ഇവന്റെ കടയിൽ പോയി ഭക്ഷണം കഴിക്കരുത്. അത് മാത്രവുമല്ല, അവൻ ആജീവനാന്തം ജയിലിനകത്ത് കിടക്കണം. ഇങ്ങനെയുള്ളവനൊന്നും ഒരിക്കലും കേരളത്തില്, ഈ മതേതര ജനാധിപത്യ കേരളത്തിൽ ഇരിക്കേണ്ട ആളല്ല അവൻ ആജീവനാന്തം ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇതേപോലെ മറ്റുള്ള മതങ്ങൾക്കെതിരെ ചെയ്താൽ അവന്റെ കാര്യം എന്താവും? ഇസ്ലാമിൽപ്പെട്ടവനെന്നല്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും മതത്തിനെതിരെ മോശമാക്കി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാവും. അതുപോലെയുള്ള ശക്തമായ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്തും വരണം. വരാത്ത കാലത്തോളം ഇനിയും തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുജനം അങ്ങനെയുള്ളവനെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ മതത്തിനും അതിന്റേതായ പവിത്രതയുണ്ട്. സ്വന്തം മതത്തിനെതിരെ വേറെ മതത്തിൽപ്പെട്ട ഒരുത്തിനെ ഇതുപോലെ എന്തെങ്കിലും മോശമാക്കി ചെയ്താൽ നിനക്ക് എത്ര വിഷമം ഉണ്ടാവും? സ്വന്തം മതത്തിനെതിരെ, നമുക്ക് നമ്മുടെ മതം വലുതാണെങ്കിൽ അവർക്ക് അവരുടെ മതം വലുതല്ലേ? നമ്മളത് ചിന്തിക്കണ്ടേ? നമുക്ക് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ വലുതാണെങ്കിൽ അവർക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വലുതല്ലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നല്ലേ നമ്മുടെ സമുദായം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നീ വന്നിച്ചില്ല പോട്ടെ, നിന്ദിച്ചില്ലേ? നീ നിന്ദിച്ചതല്ലേ? നിന്ദിക്കരുതെന്ന് പറയുമ്പോ അത് കേൾക്കാതെ നീ നിന്ദിച്ചില്ലേ? അവരെ അപമാനപ്പെടുത്തിയില്ല? അവർക്ക് എത്ര സങ്കടം ഉണ്ടാവും? രാജ്യത്ത് ഏറ്റവും വലിയ മതങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹൈന്ദവ മതം. ആ മതത്തിന് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാജ്യത്തുണ്ട്. ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹൈന്ദവ മതത്തിന്റെ ഒരു ദൈവത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മോശമായ കഥ പടച്ചുവിടുമ്പോ അവർക്ക് എത്ര വലിയ വിഷമമുണ്ടാവും എന്ന് ചിന്തിക്കണം. ഇത് കേരളമായതുകൊണ്ടെന്തോ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ ഈ കാട്ടിക്കൂട്ടിയവൻ ഇവിടെ ഒരു ഇസ്ലാമാണ്, മറ്റുള്ള നോർത്ത് പോലുള്ള സ്റ്റേറ്റുകളൊക്കെ ഒരു ഇസ്ലാമിൽപ്പെട്ടവൻ ഇതുപോലെ കാട്ടിക്കൂട്ടിയാൽ അവന്റെ തറവാടുണ്ടാവുമോ? ഇവിടെ സമാധാനമല്ലേ നമുക്ക് ആവശ്യം? മതേതരത്വം, സമാധാനം, സന്തോഷം, മതമൈത്രി, എത്ര ഐക്യത്തോടെ നമ്മുടെ നാട്, നമ്മുടെ രാജ്യം കഴിഞ്ഞു പോണത്, ചില ഭാഗങ്ങൾ ഒഴികെ. അപ്പൊ ദയവ് ചെയ്ത് ഇതുപോലുള്ള തന്തയിലായ്മയ്ക്കൊന്നും ഒരിക്കലും കൂട്ടുനിൽക്കരുത്. ഇവനൊക്കെ തന്തയ്ക്ക് മുന്നേ ഉണ്ടായവനാണോ എന്ന് ബലമായ സംശയമാണ്. ഇവനെ ഒന്നും അംഗീകരിക്കരുത്. ഇവന്റെ കടയൊക്കെ പൂട്ടിക്കണം. അങ്ങനെയുള്ളവരൊന്നും വേണ്ട മതേതര കേരളത്തിൽ കച്ചവടം ചെയ്യേണ്ട. ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയുള്ളവരൊന്നും മറ്റതും വേണ്ട. പിന്നെ ഒരു മാപ്പുമായി വന്നിരിക്കും. ഞാൻ എന്തറിയാതെ ചെയ്തതാണ്? ഇവൻ അറിയാതെ ചെയ്തത്, ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അറിയാതെ ഇവന്റെ കുട്ടിയൊന്നുമല്ലല്ലോ, വായിൽ വിരലിട്ടാ കഴിക്കാൻ അറിയാത്ത കുട്ടിയൊന്നുമല്ല. ആ നല്ല ബോധത്തോടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇവന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മതത്തിന്റെ പുണ്യമാക്കപ്പെട്ട വിഷയമാണ് അതിനെ അപമാനിച്ചത്. ദൈവങ്ങളെപ്പോലും, ഹൈന്ദവ മതത്തിന്റെ അവരുടെ വിശ്വസിക്കുന്ന അവരുടെ ദൈവത്തെ പോലും അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുമ്പോ അതിന് പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിക്കണം കേട്ടോ. ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവനാണെങ്കിൽ ശരി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വേറെ എത്രയോ നല്ല കാര്യങ്ങൾ കേരളത്തിലുണ്ട്. എത്ര ഐക്യത്തോടെ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റും.
ഇങ്ങനെ മതങ്ങളെയൊക്കെ മോശമാക്കാൻ പറ്റുമോ? അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. അവന് തക്കതായ ശിക്ഷ കൊടുത്ത് ബഹുമാനപ്പെട്ട കേരളം, ജനാധിപത്യ കേരളം, ജനാധിപത്യ രാജ്യത്തിന് മാതൃകയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.